നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അവനെ എന്നെ കാണാൻ വന്നതാ. അപ്പോ ജാനകി ഉണ്ടാക്കിയ ഭക്ഷണം കുളമായത് കണ്ട് അവനൊന്ന് സഹായിക്കാന്ന് പറഞ്ഞു. അത് അവന്റെ നല്ല മനസ്സുകൊണ്ട് മാത്രമാ. എന്തായാലും ഭക്ഷണം നന്നായില്ലേ, അത് നോക്കിയാ പോരെ. അതെ, മഹിമയ്ക്കും മഞ്ജുവിനും കൊടുക്കണമെന്ന് അവൻ പ്രത്യേകം പറഞ്ഞിട്ടാ പോയത്. ഞാൻ വക്കീലിന്റെ ഭാര്യ ആയതുകൊണ്ടായിരിക്കും അയാൾ അങ്ങനെ പറഞ്ഞത്. പക്ഷേ ചേച്ചിയുടെ കാര്യം പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കും? ആവോ, എനിക്കറിയില്ല. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? മോളുടെ മുന്നിൽ വെച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിങ്ങൾക്ക് നാണാവില്ലേ? ഞങ്ങള് ഒരു തമാശ പറഞ്ഞല്ലേ മഞ്ജു. എനിക്ക് ഇങ്ങനെയുള്ള തമാശ ഒന്നും ഇഷ്ടമല്ല. ആ GKയിൽ നിന്നും നീ അകലം പാലിക്കുന്നേ നല്ലത്. അയാളുടെ ഉദ്ദേശം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നതിൽ എന്താ തെറ്റ്? GK ഒരു മോശക്കാരനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്നേക്കാളും കുറച്ചോണം കൂടുതലുണ്ടത് ഞാനല്ലേ. ഒന്നും കാണാതെ അമ്മ ഒന്നും പറയില്ല. GK ആയിട്ടുള്ള ചങ്ങാത്തം നല്ലതിനല്ല. അമ്മ എന്റെ ഫ്രണ്ടിനെ കുറിച്ച് ഒന്നും അറിയാതെയാ ഇങ്ങനെ ഓരോന്ന് പറയുന്നേ. എനിക്കത് ഇഷ്ടമല്ല. മോളെ മോളെ കണ്ടില്ലേ, അയാൾക്ക് വേണ്ടി സ്വന്തം അമ്മയോട് വരെ തർക്കിക്കാൻ തുടങ്ങി. എല്ലാം മൂന്ന വരുത്തി വെച്ചതാ. ആ GK കാരണം മനസ്സമാധാനം പോകുന്ന അവസ്ഥയായി. ഇവക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് ഗിരിയെ പറഞ്ഞ എന്താ? അല്ല, GK പറഞ്ഞാൽ മതി എന്ന് പറയായിരുന്നേ. വക്കീലെ, ചേച്ചി പറയുന്നൊന്നും കാര്യാക്കാൻ നിക്കണ്ട. അതൊക്കെ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ പറയുന്നത്. നാളെ സമാധാനമായിട്ട് ആലോചിക്കുമ്പോ പറഞ്ഞതൊക്കെ അബദ്ധമാണെന്ന് മനസ്സിലാക്കിക്കോളൂ. എന്തായാലും ഭക്ഷണം അടിപൊളിയായിട്ടുണ്ട്. ആ കുറച്ചുകൂടി എടുത്ത്. ഞാനേ GKയോട് പറയാം. കഴിക്കും. സൂപ്പർ പോളി. കഴിച്ചോ കഴിച്ചോ. നിനക്കൊരിക്കലും അമ്മയാവാൻ കഴിയില്ല. ഈ സത്യം ഇത്ര കാലമെന്ന് വെച്ചിട്ടാ ഞാൻ ഒളിപ്പിക്കുക. എപ്പോഴെങ്കിലും ഇത് പുറത്തു വരും. അതിനു മുമ്പ് എങ്ങനെയെങ്കിലും ഈ സ്വത്തുക്കളുടെ നിയന്ത്രണം എന്റെ കയ്യിലെത്തിക്കണം. ഹലോ മാഡം. ഓ ശല്യം. മാഡം, നാളെ ഞാൻ നിങ്ങളുടെ കമ്പനിയിൽ ജോയിൻ ചെയ്യുകയാണ്. അതിന് ഞാനെന്ത് വേണം? അല്ല, മാഡം എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത് കൊണ്ടാണ് എന്നെ ജോലിക്ക് എടുത്തതെന്നാണ് സഞ്ജു എന്നോട് പറഞ്ഞത്. ആ തീരുമാനത്തെ എന്നെ കൊണ്ട് ചോദ്യം ചെയ്യുന്ന തരത്തിൽ പെരുമാറരുത്. ഞാൻ എന്താണ് മാഡം ചെയ്തത്? ശല്യപ്പെടുത്താതെ പോടോ. എന്ത് പറ്റി? രണ്ടുപേർക്കിടയിൽ വഴക്കായോ? നീ ഇയാൾക്ക് വലിയ സപ്പോർട്ടായിരുന്നല്ലോ. എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല ശാലിനി. നിന്നെ നീ ചെക്കപ്പിന് പോയിട്ട് എന്തായി? അല്ല, മാഡത്തിന് എന്താ അസുഖം? ചുമ്മാതല്ല മാഡം ഇങ്ങനെ തിളച്ചു മറിയുന്നത്. ഇവിടെ താൻ ആരോട് സംസാരിക്കുന്ന ബോധം തനിക്ക് വേണം. പണ്ടത്തെ പോലീസിന്റെ സ്വഭാവം ഇവിടെ ഇറക്കാന്ന് കരുതണ്ട. മനസ്സിലായോ? മനസ്സിലായി മാഡം. അല്ല, നീ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. ടെസ്റ്റ് നടത്തിയില്ലേ? റിസൾട്ട് വരാൻ സമയമെടുക്കും. സാധാരണ ഇത്രയും സമയം എടുക്കാറില്ലല്ലോ. അത് ഡോക്ടറിനോട് ചോദിക്കണം. അല്ല, എന്തിന്റെ ചെക്കപ്പാ മോളെ? അവൾക്കും സഞ്ജുവിനും കുട്ടികൾ ഉണ്ടാവാത്തതിന് ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞിരുന്നു. അവളുടെ പെരുമാറ്റം കണ്ട എന്തോ ഒളിക്കുന്നത് പോലെ ഇല്ലേ? അതെനിക്കും തോന്നി. ആ ഡോക്ടറോടൊന്ന് അന്വേഷിക്കണം. ഏയ്, ഡോക്ടറോട് വിളിച്ച് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. സ്വപ്ന അത്രയ്ക്ക് ആത്മവിശ്വാസത്തോടെയല്ലേ ഡോക്ടറോട് വിളിച്ച് ചോദിക്കാൻ പറഞ്ഞത്. ഡോക്ടർ അവൾക്കെതിരെ ഒന്നും പറയില്ല എന്നുള്ള ആത്മവിശ്വാസം അവൾക്കുണ്ട്. സത്യം അറിയണമെങ്കിൽ അവിടുത്തെ ഒരു സ്റ്റാഫിനെ പിടിച്ചാൽ മതി. അവിടെ നടത്തുന്ന ടെസ്റ്റുകളുടെ റിസൾട്ട് കണ്ടുപിടിക്കാൻ അവര് വിചാരിച്ച പോരെ. പിന്നെ കുറച്ച് കാശ് മുടക്കിയ കാര്യം നടക്കും.
താൻ എന്തിനാ എന്നെ സഹായിക്കുന്നേ? സ്വപ്നയല്ലേ തനിക്ക് ജോലി വാങ്ങി തരാൻ സഹായിച്ചത്. ഞാൻ ജോലി വാങ്ങിച്ചെടുത്തതേ എന്റെ കഴിവുകൊണ്ടാ. ഈ കുടുംബത്തിലേക്ക് വലിഞ്ഞു കയറി വന്നിട്ടേ കൊച്ചമ്മ ചമയുന്നത് ആരാ? അവളല്ലേ. അവളുടെ വില എന്താണെന്ന് അവക്ക് കാണിച്ചു കൊടുക്കാൻ ഒരു അവസരം കിട്ടുമ്പോ അത് നഷ്ടപ്പെടുത്താൻ പാടില്ലല്ലോ. ജന്മനാ കാശുകാരായവരുടെ അഹങ്കാരം പിന്നെയും സഹിക്കാം. ഈ പുത്തമ്പണക്കാരുടെ ഷോയാണ് സഹിക്കാൻ പറ്റാത്തത്. സ്വപ്നയ്ക്കെതിരെ ശക്തമായ തെളിവ് കിട്ടിയിട്ടേ അച്ഛനോട് പറഞ്ഞ അവളെ ഈ വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റൂ. അതെ, മോൾ ഇപ്പോഴും അമ്മയോട് പിണക്കത്തിലാണോ? അതെ, അമ്മ ജികെ പറ്റി പറഞ്ഞത് വളരെ മോശമായി പോയി. മോശമായി പോയെങ്കി ഇപ്പൊ എന്താ? ഞാൻ നിന്റെ അമ്മയല്ലേ? അയാൾ നിന്റെ ആരാ? ജികെ എന്റെ ഫ്രണ്ടാ. ഫ്രണ്ട്? അയാൾക്ക് നിനക്ക് ഒരേ പ്രായമാണോ? എന്നിട്ട് ഫ്രണ്ടാണ് പോലും. മോളെ, ലോകത്ത് കാണുന്നവരെല്ലാം നല്ല മനുഷ്യനാണെന്ന് വിശ്വസിക്കരുത്. നിനക്ക് എന്താ നല്ലതെന്ന് അമ്മയ്ക്കറിയാം. ഈ ജികെ ആയിട്ടുള്ള കൂട്ടുകെട്ട് നല്ലതിനല്ല. ജികെ ചീത്ത ആളായിരുന്നെങ്കിൽ മുകുന്ദൻ ഞങ്ങളുടെ ഫ്രണ്ട് ആവോ? അങ്ങനെയാണെങ്കിൽ അങ്കിളും ബാഡ് ബോയ് ആണോ? ജികെയും നല്ലത് മാത്രമേ ചെയ്യുള്ളൂ. ഹോംവർക്ക് ചെയ്യാനും സൈക്കിള് ചവിട്ടാനും ഒക്കെ എന്നെ സഹായിച്ചത് ജികെയാ. ഇതൊന്നും ചെയ്യാൻ എന്നെ സഹായിക്കാൻ പറ്റാത്തോണ്ടാ അമ്മ ജികെ കുറ്റപ്പെടുത്തുന്നത്. അമ്മയ്ക്ക് ജികെയോട് അസൂയ. എന്നെ ഇതുവരെ കാണാൻ പോലും വരാത്ത അച്ഛന് വേണ്ടി അമ്മ സംസാരിക്കുന്നുണ്ടല്ലോ. അപ്പോ എനിക്ക് വേണ്ടി ഇത്രയും ചെയ്യുന്ന ജികെക്ക് വേണ്ടി എനിക്ക് സംസാരിച്ചൂടെ? മോളെ, എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും നിനക്ക് നിന്റെ അച്ഛനായിട്ടുള്ളതേ രക്തബന്ധമാ. എന്ത് ബന്ധമാണെങ്കിലും എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട. എനിക്ക് അച്ഛനെ കാട്ടി വലുത് ജികെയാ. മതി, ഇനി അയാളുടെ പേര് ഈ വീട്ടിൽ കേട്ടു പോരുത്. അയാൾ നീ ഇനി കണ്ട എന്റെ സ്കൂളിൽ പോക്ക് ഞാൻ നിർത്തിക്കും. അമ്മോ, അമ്മോ.